ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ നമ്മളിപ്പോൾ ഈ ബോർവെല്ലിൻ്റെ ഇതൊന്ന് റിങ് ഇറക്കാൻ വേണ്ടി വന്നാട്ടോ. റിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഓള കടക്കും കേട്ടോ. നമ്മളിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗാർഡൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കൺസീൽഡായി പോവുകയാണ്, കാരണം ഇത് കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ സാധാരണ സ്ക്വയറിൽ കെട്ടാറുണ്ട്, ചിലയിടത്ത് ഇതേപോലെ ഇടാറുണ്ട്. ഇതിപ്പോൾ ഒരു 2 അടിയുടെ റിങ് വെച്ചിട്ട് അതിൽ നമ്മൾ ക്യാപ്പിട്ട് അടക്കാൻ വേണ്ടി അതിൻ്റെ അവിടെ അടപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ വേസ്റ്റ് കോയിൻ്റെ റിങ്ങാണ്. അപ്പോൾ ഇതിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഭാവിയിൽ മെയിൻ്റനൻസിനൊക്കെ വരുമ്പോൾ നമുക്കൊന്നുകൂടി യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇപ്പോൾ വന്ന സമയത്തേ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളല്ല മോട്ടർ വെച്ചത്. ഓരോ രീതിയിലായിരിക്കും ബോർവെല്ല് സെറ്റ് ചെയ്യുക അല്ലേ, പലരും പല രീതിയായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റം ഞാൻ 100% യോജിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാനത് കുറ്റം കണ്ടുപിടിച്ചു എന്ന് ആരുടെ പറയല്ല, നിങ്ങൾ തന്നെ പറയുക ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ. ഇനി അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് വരരുത്, കാരണം എൻ്റെ അറിവിൽ ഇത് തെറ്റാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ കാണുന്ന ബോർവെൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ പൊട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് താത്തണമെന്നുണ്ടെങ്കിൽ ആ കപ്ലിംഗ് എടുത്ത് അവിടുന്ന് കസ്റ്റ് ഒരു അരടിയോളം കട്ട് ചെയ്തിട്ട്, അല്ല ഒരു അടിയോളം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ താത്താൻ പോകുന്നത്. 500 അടി വരുന്ന ഒരു ബോർവെല്ലാണ്. 1.5 ഇഞ്ചാണ് കോളം പൈപ്പ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ കയറിട്ടിട്ടില്ല. അപ്പോൾ കയറ് എന്ന് പറഞ്ഞ സാധനം ഇതേപോലത്തെ റോപ്പ് നമ്മൾ വാങ്ങിയിടണം ഏത് ബോർവെൽ ഇറക്കുകയാണെങ്കിലും. ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിക്കൊക്കെ നിങ്ങൾ GA പൈപ്പ് ഇട്ടുണ്ടാവില്ലേ, ഈ GA പൈപ്പിലും ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ അവർ റോപ്പ് ഇട്ടിട്ടുണ്ടാവും ഇതേപോലെ. ഈ GA പൈപ്പൊക്കെ കാരണം കുറേ കാലം കഴിയുമ്പോൾ അതിലൊരു തുരുമ്പിടിക്കും. പിന്നെ അത് പൊക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ എന്തെങ്കിലും വെച്ച് കൊണ്ടുവരണം. അതായത് ബോർവെല്ലിൻ്റെ ഇറക്കുന്നവരെന്നെ അതിൻ്റെ ഒരു ഉക്കൊക്കെ വെച്ചിട്ട് ഇത് പൊക്കണം. അപ്പോൾ നമ്മളൊരു റോപ്പ് വാങ്ങിയിട്ടാണെങ്കിൽ ഒന്നുകൂടി യൂസ്ഫുള്ളാണ്. ഇതിലിപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കോളം പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ കോളം പൈപ്പിൻ്റെ ഉള്ളിൽ ഇതിട്ടിട്ടില്ല, എന്താണ് കയറിട്ടിട്ടില്ല. കയറെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 500 അടിയാണ്. ഇത് എന്തെങ്കിലും കാരണവശാൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഉക്കിട്ട് വലിക്കണം. ഉക്കിട്ട് വലിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ഡാമേജ് ആവും, വയർ ഡാമേജ് ആവും. കയറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ ബ്ലോക്ക് വെച്ചിട്ട് തന്നെ അത് പൊക്കാൻ പറ്റുള്ളൂ. 500 അടി വരെ കോളം പൈപ്പ് 1.5 ഇഞ്ച് പൈപ്പാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു കുതിര വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലോഡ് ചെയ്ത് നിർത്തിക്കാണ്. ഇനി അത് പൊട്ടിക്കഴിഞ്ഞാൽ പണിയാവേണ്ട വെച്ചിട്ടോ. ഇതിങ്ങനെയല്ല ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൈഡ് കൂടി കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ യൂണിയനും കാര്യമല്ല, യൂണിയനല്ല ഇത് വരുന്നത്, NRVയും ഇതാണ് അതിൻ്റെ അടിയത്തെ ഭാഗം കാണുന്നത്. ഇതിൽ കണ്ടോ, ഇതിലാണ് ലോഡായി നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ലോഡായി നിന്നുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഇത് ആ പൈപ്പ് അത്യാവശ്യം ഗേജുള്ള പൈപ്പ് തന്നെയാണ്, പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷേ ഭാവിയിൽ ഇത് കണ്ടോ, ഇത് ഇവിടെ ഒരു ഡാമേജ് വന്നു കണ്ടോ, പൈപ്പ് കണ്ടോ തുരുമ്പ് പിടിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ ഇവിടെ തീരെ തിക്കൻസ് ഇല്ല. ഇത് അയച്ചപ്പോൾ തന്നെ ഞാൻ എന്തോ ഞങ്ങളെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അത് അല്ലെങ്കിൽ അത് ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ പണിയായിരുന്നു. കാരണം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേ ഉക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് പൊക്കേണ്ടി വരും. അത് നമ്മുടെ അടുത്ത് സാധനമല്ല, അത് വലിയൊരു എക്സ്പെൻസ് ആവും. ഇതുണ്ടോ, ഇതിങ്ങനെ തുരുമ്പ് പിടിച്ചിട്ട് കണ്ടോ, ഈ സൈഡൊക്കെ ഒരു ബ്ലേഡിൻ്റെ കാനമുള്ളൂ. ഇത് തൊട്ടപ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു പോകുന്നു. അത് എന്തോ നല്ല കാലം, ഇത്രയും കാലത്ത് എങ്ങനെ നിന്ന് എനിക്കൊരു പിടുത്തമില്ല. കാരണം ഈ ലെവലിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് കണ്ടോ, ഈ ഭാഗം കംപ്ലീറ്റ് തുരുമ്പിടിച്ച് കുഴിയായിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗത്ത് ഈ പവർ ക്ലാമ്പ് ഇട്ടു. ഇത് ഇങ്ങനെയല്ല ഉണ്ടായിരുന്നില്ല, മുകളിലുണ്ടായിരുന്നില്ല, ഒരു കയറും പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ പണിയാവും. അപ്പോൾ നിങ്ങൾ ബോർവെൽ ഇറക്കുന്ന സമയത്ത് നമ്മൾ 500 അടി അടിച്ച കിണറിൽ നിങ്ങൾക്ക് ബോർവെൽ ഫിറ്റ് ചെയ്ത വീഡിയോയുടെ എൻഡ് ഭാഗം കാണിച്ചു തരാം. നമ്മൾ ചെയ്യുന്ന എല്ലാ ബോർവെല്ലും മോട്ടർ ഇറക്കുന്ന എല്ലാത്തിലും പ്രോപ്പറായിട്ട് റോപ്പ് വഴിയാണ് നമ്മൾ ഇറക്കാറുള്ളൂ. അത് GA പൈപ്പാണെങ്കിലും ഇതേപോലെ കോളം പൈപ്പാണെങ്കിലും HD പൈപ്പാണെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ കയറ് വെച്ച് ഇറക്കണം. അല്ലെങ്കിൽ ഇതേ പ്രശ്നം വരുന്ന സമയത്ത് ഇത് 3 വർഷമായിട്ടുള്ളൂ കേട്ടോ, 3-3.5 വർഷമായിട്ടുള്ളൂ ഈ ബോർവെൽ വെച്ചിട്ട്. ഈ 3-3.5 വർഷം കൊണ്ട് ഇതാണ് അവസ്ഥ. ഇനി നമ്മളിവിടെ ഈ കുഴിയിലെ റിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് സെറ്റാക്കാൻ വേണ്ടി വന്നിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഇത് ചെയ്ത് ശരിയാക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചെയിൻ ബ്ലോക്കൊക്കെ കൊടുന്ന് രണ്ടാമത് ഇത് പൊക്കി റീസെറ്റ് ചെയ്ത് കയറൊക്കെ ഇട്ട് കൊടുക്കണം. അതിപ്പോൾ നമുക്ക് നടക്കുന്ന കേസല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വർക്ക് കുറേ പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതുള്ള പ്രോപ്പറാക്കി വെക്കുക, ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് സെറ്റാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഭാവിയിൽ അത് ക്ലൈൻറ്റിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലൈൻറ്റ് പറഞ്ഞ ഭാഗം കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് അപ്പോൾ ശരിയാക്കാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളിത് ഈ ലെവലിൽ വെച്ച് സെറ്റാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ അടിയിൽ
കയറ് റോപ്പൊന്ന് കെട്ടിയിട്ട് ജസ്റ്റ് മുകളിൽ ലോഡാക്കും. അല്ലെങ്കിൽ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉള്ളിൽ നമുക്ക് മോട്ടറിൽ കോപ്പർ ഇട്ടിട്ടാണ് സാധാരണ ലോഡ് ചെയ്ത് വരാറ് കേട്ടോ. അപ്പോൾ ഈ മോട്ടറിൻ്റെ ഔട്ട് ഇട്ടിരിക്കുന്നത് 1.25 കേട്ടോ. ടാങ്കിലേക്ക് 1.25 പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. ആ കാണുന്ന പൈപ്പാണ് 1.25. UG കേബിളാണ്, കോപ്പറിൻ്റെ UG കേബിളാണ് 3 കോർ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അത് നമ്മളിനി ഇവിടെ ഒരു ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് അത് ജോയിൻറ്റ് ചെയ്തിട്ട് കൊടുക്കും. ഈ ഉള്ളത്തെ വയർ അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യും. ഇത് നേരെ കിച്ചണിൻ്റെ അവിടേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് സെറ്റാക്കിയിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ കോളം പൈപ്പിൻ്റെ അഡാപ്റ്ററാണ്. അഡാപ്റ്ററാണ് അതിൻ്റെ കണക്ടർ. അപ്പോൾ ഇത് 2 ടൈപ്പിലാണ് വരുന്നത്. SS വരുന്നുണ്ട്, സാധാ ഇതും വരുന്നുണ്ട്. സാധാ ഇതിന് ഏകദേശം 950 റുപ്യ, ഇതിന് 2300 റുപ്യ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, SS തന്നെ വാങ്ങി. കാരണം ഇനി ആ കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടി. കാരണം ഓൾറെഡി ഇതിൽ കയറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇനി ആ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏകദേശം 3 വർഷമായി ഇപ്പോൾ ആ ബോർവെല്ലിൽ ഇറക്കിയിട്ട്. അപ്പോൾ ഇനി അടുത്തൊരു 3 വർഷം കൊണ്ട് ഇനി ഒരു കംപ്ലയിൻറ്റ് വരരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിയത്. കാരണം ഈ ഭാഗത്താണ് പൊട്ടൽ വന്നിരുന്നത്. കാരണം അവിടെ കനം കമ്മിയാണ്. ഇനിയിപ്പോൾ ഇതും ഞാൻ വാങ്ങി വെക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു 3-3.5 വർഷം കൊണ്ട് പിന്നെ ഡാമേജ് ആവും. SS ആവുമ്പോൾ ലൈഫ് ലോങ് ആണ്. ആ ഭാഗത്ത് ഇനിയൊരു തിരിഞ്ഞു നോക്കാൻ വേണ്ട. കാരണം ഇപ്പോൾ തന്നെ ആ പറഞ്ഞില്ല 2300 റുപ്യ കൊടുത്താലും അത് ഇനിയൊരു ക്രാക്കോ കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ SS വാങ്ങി ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. കയറില്ലാത്ത കാരണം കൊണ്ടാണ് SS. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ബോർവെല്ലിൽ ഈ SS-ൻ്റെ നമുക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഷോപ്പിൽ പോയി ചോദിച്ചു നോക്കുമ്പോഴാണ് ഇതിനായി ഉപയോഗം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ എല്ലാ ഷോപ്പിലും ഇത് കിട്ടില്ല. കാരണം കുറച്ച് കോസ്റ്റ്ലിയാണ്. 2300 റുപ്യ കൊടുത്തിട്ട് ഇത് ആരും വാങ്ങില്ല. കാരണം 900-850 റുപ്യ വരുന്ന സാധനമാണ് അധികം എല്ലാവരും ഫിറ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കോളം പൈപ്പിലാണെങ്കിൽ നമ്മൾ ഇതേ കാലഘട്ടം കഴിയുമ്പോൾ 3 വർഷം കൂടുമ്പോൾ 4 വർഷം കൂടുമ്പോൾ മാറ്റേണ്ടി വരും. കയറുള്ളതാണെങ്കിൽ കുഴപ്പം വരില്ല. കയറില്ലാത്തതൊക്കെ ആണെങ്കിൽ ഇത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. നമ്മൾ ടഫ്ലോൺ ടാപ്പ് ഷെല്ലാക്കൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവം ടൈറ്റ് ചെയ്യുന്നത്. ആദ്യം മോൾ ഭാഗത്ത് മാത്രമാണ് ടഫ്ലോൺ ടാപ്പ് സെറ്റ് ചെയ്തിട്ട് ഷെല്ലാക്കോട്ട് ചെയ്യുന്നത്. അടിഭാഗം മൊത്തം നമ്മൾ കോളം പൈപ്പ് ഇറക്കുന്ന നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ടഫ്ലോൺ ടാപ്പ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോളം പൈപ്പിലൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് ലീക്കോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 റൗണ്ട് നമ്മൾ ചുറ്റി കൊടുക്കാറുണ്ട്. നേരത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നല്ല SS-ൻ്റെ നമ്മൾ തൽക്കാലം ഒരു ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മീഡിയം ടൈറ്റിലേക്ക് അത് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് കപ്ലിംഗ് ആണ് അതിൻ്റെ അടിയിലുള്ളത്. അപ്പോൾ അത് ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടാനൊക്കെ ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാം കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ GA കപ്ലിംഗ് ആണ് നമ്മളിവിടെ മോൾ ഭാഗത്ത് ഉപയോഗിക്കുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് SS-ൻ്റെ കപ്ലർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ SS-ൻ്റെ കപ്ലർ വരുന്നുണ്ട്, പക്ഷേ ഷോപ്പിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ GA കപ്ലിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ MTA ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരും ചോദിക്കും അത് FTA ഇടായിരുന്നില്ല. FTA ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ FTA നമുക്ക് ഇത്രയും ഹാർഡൻസ് ഉള്ള ഒരു SS-ൻ്റെ ഇതിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ക്രാക്ക് വന്നു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വരുന്നതനുസരിച്ച് പ്രഷർ വന്നിട്ട് ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നീട് നമ്മളിത് പൊക്കിയിട്ട് പൊക്കല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് അതൊക്കെ മാറ്റാൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ MTA ഉപയോഗിക്കുന്നത്. ഒരു കപ്ലർ വെച്ചിട്ട് MTA ഉപയോഗിക്കുമ്പോൾ സേഫാണ്, പൊട്ടൽ അധികം വരില്ല. അപ്പോൾ എപ്പോഴും FTA ഉപയോഗിക്കാതെ MTA ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൈപ്പ് കട്ട് ചെയ്യാണ്. ആദ്യം മുകളിലൊരു കപ്ലർ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. പിന്നെ ഈ പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതിൻ്റെ ബേസ്മെൻ്റ് അളവ് എടുക്കണം. അതായത് എത്രയാണോ നമുക്ക് താഴ്ച വേണ്ടത് അത്രയുള്ള അളവ് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മിയായാൽ പ്രശ്നമില്ല. ഒരുപാട് കമ്മിയായി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസ് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുമല്ല പൊങ്ങി നിന്നാലും പിന്നെ നമ്മൾ രണ്ടാമത് ഇതൊക്കെ ചെയ്യേണ്ടി വരും. അതായത് ഇതിൻ്റെ ബേസ്മെൻറ്റ് മണ്ണൊക്കെ ഇട്ട് പിന്നെയും പൊങ്ങി നിൽക്കുമ്പോൾ നമുക്ക് പിന്നെയും രണ്ടാമത് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഗ്രൈൻഡർ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പലരും ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാറുന്നില്ലൊക്കെ ചോദിക്കും. പക്ഷേ നമുക്കപ്പോൾ ടൈം ഒരുപാട് വേസ്റ്റായി പോകും. ശരിക്കും ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫാണ്. ഇത് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കട്ടർ ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം വയറോ അതിൻ്റെ കോളം പൈപ്പോ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് സമയോടെ വേണം ഇത് കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ ക്ലാമ്പൊക്കെ നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്യാണ്. പിന്നെ ഏറ്റവും മസ്റ്റായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ബോർവെല്ലിൻ്റെ താഴ്ഭാഗത്തെ ഉള്ളിലേക്ക് ഒന്നും പോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെ കയ്യിൽ നിന്ന് ഒരു ടെസ്റ്ററോ അല്ലെങ്കിൽ കട്ടിംഗ് വെയർ എന്ത് വീണാലും മോട്ടർ സ്റ്റക്കാവും. അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ വാങ്ങിക്കുന്ന കപ്ലറിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്, അത് നമുക്ക് കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്നിട്ട് 1 ഇഞ്ചാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 1.5 ഇഞ്ച് ലെവലിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട്
സെറ്റാക്കി. അതിനുശേഷമാണ് ഫുള്ള് മഴ. അതായത് ഈ മോട്ടറിൻ്റെ ഇവിടുന്ന് തൊട്ടിട്ട് നിൽക്കാത്ത മഴയായിരുന്നു. അത്രയും മഴ കാരണം ഞങ്ങൾ ഡാർപ്പായൊക്കെ കെട്ടി ആയിട്ടാണ് ഇത് സെറ്റാക്കുന്നത് കേട്ടോ. കയർ ഫുള്ള് ലോഡ് 2 കയറിലാണ് ലോഡ് ചെയ്ത് നിർത്തുന്നത്. ശരിക്കും ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയിൻ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വേണം. മഴ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ ബോർവെല്ലിൻ്റെ കുഴിയിലേക്ക്, അതായത് ഇതിൻ്റെ റിങ് എടുക്കാൻ വേണ്ടി കുഴിയിലേക്ക് നല്ല രീതിയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. വരുമാനം എന്താ കൈ കുടിക്കോ കുടിക്കണ വയറ് ലൂസല്ലേ? ആ വയറ് അതിൻ്റെ അടിയിൽ ചുറ്റാൻ പറ്റുമോ? വാരി ചുറ്റാൻ പറ്റില്ലേ? വയറ് അതിൽ ചുറ്റിക്കോ സിനോ? അതല്ലേ ഒരു പൊടിക്ക് ലൂസാക്കി ചുറ്റിക്കോ. ഉള്ളിക്ക് പൊടിക്ക് ലൂസാക്കി. ആ അങ്ങനെ മറ്റോടത്ത് വലി, ഓപ്പോസിറ്റ് വലി. ആ ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന മഴ പെയ്ത് ആകെ അളിപ്പിളിയായിട്ടോ. അളിപിളി എന്ന് പറയാൻ കാരണം മഴ പെയ്തുകൊണ്ട് നല്ല ഞങ്ങൾ ഉച്ചയ്ക്ക് വരെ കറക്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആകെ സീനായി. കാരണം ഈ മഴ നമ്മൾ ഇട്ടെറിഞ്ഞിട്ട് അവിടെ പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ മാറി നിന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബോർവെല്ലിൻ്റെ കുഴിക്ക് കംപ്ലീറ്റ് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും, മോട്ടർ പണിയാവും. പിന്നെ കയറും കൂടി ഇല്ലാത്തതാണ് മോട്ടറിന്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ കോമ്പൗണ്ട് വാളിൽ ഒരു ഹോൾ ഇട്ടു. കാരണം ഹോൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മഴയ്ക്ക് കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് പോകണം. അല്ലെങ്കിൽ ആ കുഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രളയം വന്ന പോലെ അവിടെ നോക്കിക്കാനേ പറ്റുള്ളൂ, വേറെ ഒരു രക്ഷയില്ല. പിന്നെ ആ മോട്ടർ കംപ്ലീറ്റ് മാറേണ്ടി വരും. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പോയിട്ട് എല്ലാവരും ടയേർഡായി പോയി ചായയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നൊക്കെ കുടിച്ചൊന്ന് സെറ്റാക്കിയിട്ടാണ് നമ്മൾ റിങ് ഇറക്കിയത് കേട്ടോ. അപ്പോൾ അതിന് ഏകദേശം ടൈം 6 മണിയായിട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലാണ്, പിന്നെ അടുത്ത ദിവസമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും എൻ്റെ കട്ടക്ക് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് നല്ല സപ്പോർട്ട് കേട്ടോ. ഞാൻ നിർത്താൻ പറഞ്ഞാലടക്കം അവരങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്താറില്ല. അത് കഴിഞ്ഞിട്ട് പോവാം, ഈ റിങ് ഇറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവർ പറഞ്ഞു റിങ് ഇറക്കാം, എന്നാൽ കുഴപ്പമില്ല, നാളേക്ക് വന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന്. ഞാനിപ്പോഴും നിങ്ങളെ ഈ വീഡിയോയിൽ എത്തിക്കുമ്പോൾ എൻ്റെ വീഡിയോൻ്റെ ഒരു 90% പങ്കും ഈ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാണുന്ന പോലെ റിങ്ങൊക്കെ ഇട്ട് സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ അതിൻ്റെ സ്ലാബ് ഇടുക കേട്ടോ. ഇത് 2 അടി വരുന്ന റിങ്ങാണ് കേട്ടോ. 2 അടി വരുന്ന റിങ് ഇട്ടിട്ടാണ് ഇത്. വീതി 2 അടിയാണ്, അതേപോലെ ഹൈറ്റും 2 അടിയാണ്. 2ക്ക് 2 നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ഹോളുകളുണ്ടായിരുന്നു. ആ ഹോളുകളൊക്കെ പാക്ക് ചെയ്ത് അടച്ച് സിമെൻ്റ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂടി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് കുറച്ച് ആഴം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഒരു 4 ഓളോ ബ്രിക്ക് വെച്ച് പൊക്കി ഈ സാധനത്തിന്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ എന്തായാലും മെയിൻ്റനൻസ് വരും. മെയിൻ്റനൻസ് വരുമ്പോൾ നമുക്ക് അത്രയും താഴ്ചയിൽ മണ്ണെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ച് കഷ്ടി ഒരു 6 ഇഞ്ച് ലെവലിൽ ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് വരും. 6 ഇഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 ഇഞ്ച് ലെവൽ മണ്ണുണ്ടാവും. അവിടുന്ന് കുറച്ച് മണ്ണിടാണ്ട്. അപ്പോൾ ആ ലെവലിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. സ്ലാബ് അടക്കം വരുമ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ച് കിട്ടും. 3 ഇഞ്ച് ഇട്ടിട്ട് നമുക്ക് മാന്തി കണ്ടുപിടിക്കാനുള്ള കേസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി കംപ്ലീറ്റ് പുല്ലാണ് വരുന്നത്. കംപ്ലീറ്റ് പുല്ല് പോലെയാണ് വരിക കേട്ടോ. കംപ്ലീറ്റ് ഇതൊക്കെ അടച്ച് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 1.5 ഇഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി വിട്ടിരിക്കുന്നത് 1.25 ഇഞ്ചാണ്. 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നത്. അതായത് ടാങ്ക് ലൈനിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ടാങ്ക് ലൈനിൽ 1.25 ഇഞ്ചാണ്. കാരണം ഈ പൈപ്പ് 1.5 ഇഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ ഇൻകമർ 1.5 ഇഞ്ചാണ്. അതിന് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് 1.25 ടാങ്കിലേക്ക് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഫ്ലോ കിട്ടും. ഇവിടെ ഒരു യൂണിയൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മെയിൻ്റനൻസ് എന്തായാലും ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ യൂണിയൻ അയച്ചെടുത്തിട്ട് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിത് മുറിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ യൂണിയൻ അതിനാണ് വെച്ചിരിക്കുന്നത് 1.5 ഇഞ്ചിൻ്റെ. പിന്നെ അതേപോലെ കയറും കാര്യങ്ങളും ഈ മോട്ടറിന് നമ്മൾ UG ഇട്ടിരിക്കുന്നത് കേട്ടോ. UG പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിൻ്റെ UG ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഇതിൻ്റെ സാധാ സമ്മർസിബിൾ കേബിൾ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അത് പണ്ട് ഇതിൻ്റെ ഉള്ളിൽ പൈപ്പ് ഇടാതെ ഇട്ടിട്ട് നമുക്കിത് വലിക്കാൻ പറ്റില്ല. അപ്പോൾ 3 മണ്ണ് മാറ്റണം. ആ കണക്ഷൻ്റെ ഉള്ളിലേക്കാണ് ആ വയറ് പോയിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ യൂജ് ഇട്ടുകൊണ്ട് ഇത് ഇവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് സിൻഡെക്സ് ബോക്സിന് തൽക്കാലം ഓണാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇത് മൂടി ഒക്കെ സെറ്റാക്കാം. പിന്നെ നിങ്ങൾ SS-ൻ്റെ ഒരു സാധനം കണ്ടില്ലേ, ഒരു SS-ൻ്റെ സാധനം നമ്മൾ മോൾ ഭാഗത്ത് വെച്ചു. അതിൻ്റെ ബാക്കിയുള്ള കപ്ലറാണത്. അപ്പോൾ ഇത് ഭാവിയിൽ ഇനി പൊക്കുന്ന സമയത്ത് നമുക്ക് മാറ്റാനേ പറ്റുള്ളൂ. അപ്പോൾ അത് പൊക്കുന്ന സമയത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. അല്ലാതെ ഈ വീടിൻ്റെ എവിടെ വെച്ചാലും ഈ സാധനം മിസ്സാവും, നമുക്ക് കിട്ടിയെന്ന് വരില്ല ആ സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സേഫായിട്ട് അവിടെ കിടക്കും. പിന്നെ അത് എടുക്കുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അതാണ് അവിടെ വെച്ചത് കേട്ടോ. അപ്പോൾ അത് പഞ്ചർ ടാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ജോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. വാട്ടർ പ്രൂഫ് ടാപ്പ് കംപ്ലീറ്റ് അടിച്ച് ഫുൾ സെറ്റാക്കിയിട്ടാണ് ജോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനുള്ളിൽ എങ്ങനെയും കഷ്ടകാലത്ത് ചെറിയ നനവും കാര്യങ്ങളൊക്കെ വരികയാണ്, ട്രിപ്പിങ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഈ UG കേബിളിൻ്റെ പൈപ്പ് ഉരിഞ്ച് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇത് നേരെ കണക്ട് ചെയ്തിട്ട് ഈ ഹോൾ കൂടെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ സംഭവം സേഫ് ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബോർവെല്ലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ബോർവെല്ലിൽ ഫിറ്റ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും നിങ്ങൾ കയർ എന്തായാലും സേഫായിട്ട് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ കസ്റ്റമർ ചിലപ്പോൾ ഇതിന് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ കയറിന് ഏറിപ്പോയൊരു 3000 റുപ്യ ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 500 അടി കയറിന് 3000 അല്ലെങ്കിൽ 3000 4000 കൂട്ടിക്കോളി. ഈ 4000 റുപ്യ കയർ വാങ്ങിയാലും 4000 റുപ്യൊന്നും വരില്ല കേട്ടോ. എനിക്ക് അതിനെ എത്ര മീറ്ററിന് വരുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു 3000 3500 റുപ്യൊക്കെ വരുള്ളൂ 500 അടിക്ക്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ കയർ ഉണ്ടെങ്കിൽ തന്നെ ഈ മോട്ടർ അടിയിൽ നിന്ന് പൊട്ടിപ്പോയി പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയാലും നമുക്ക് ആ കയർ വെച്ച് വലിച്ചെടുക്കാൻ പറ്റും. ഈ പൈപ്പ് പൊട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ കണ്ടില്ലേ ആ കോളർ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടി താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു 3-3.5 വർഷമായി എന്നാണ് കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞത്. സ്ഥലം വാങ്ങിയപ്പോൾ പെരപ്പണിക്ക് വേണ്ടി കുത്തിയതാണ്. അപ്പോൾ തന്നെ അത് തുരുമ്പ് പിടിച്ച് പോയി. പിന്നെ അടിയത്തെ കപ്ലർ പോവില്ല, കാരണം അത് നല്ല കേജ് ഉള്ളതാണ്. മുകളിലത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് ഉള്ള ഭാഗത്താണ് ഇത് ലൂസായി പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ പണിയെടുക്കുമ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഹർമത്തായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കാരണം മെയിൻ്റനൻസ് പണി കിട്ടുന്നുള്ളവർ എങ്ങനെ വേണമെങ്കിലും ചെയ്തോളിയും. അപ്പോൾ നമ്മൾ ചെയ്യുന്നവർക്ക് നമുക്ക് ഒരു കസ്റ്റമർ പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസയാണ്. അപ്പോൾ അത് മാക്സിമം അവർക്ക് ഉപയോഗിക്കുന്ന ലെവലിൽ മെയിൻ്റനൻസ് വേണം. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ വേണിച്ചിട്ടൊരു മെയിൻ്റനൻസ് വർക്ക് ഉണ്ടായിപ്പിക്കരുത്. 3-4 ഒരു വർഷം കൂടി ചിലപ്പോൾ എങ്ങനെയും ഒരു വർഷം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ അതിനുള്ളിൽ പൊട്ടിച്ചാടി പോകുന്നത്, പിന്നെ നമ്മളെ വിളിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ബോർവെല്ലിൽ മോട്ടർ ഇറക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് റോപ്പ് ഇറക്കുക. അതായത് കയർ നല്ല നൈലോണിൻ്റെ കയർ വാങ്ങി ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ചെയ്യുന്നുണ്ട്, ചുരുക്കത്തിൽ മാത്രമേ. ഞാൻ അത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്, ബോർവെല്ലിൽ കയർ ഇടാതെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളൂ, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.